കമന്റ് ചെയ്യുക. അപ്പോൾ വൈകിട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജ്യോതിയാണ്. ജ്യോതിയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥ് വരും. സിദ്ധാർത്ഥ് പറയും, നീ സാധനങ്ങളൊക്കെ വാങ്ങി വന്നോ? അപ്പൊ ജ്യോതി പറയും, അതെ, ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു, അതെല്ലാം വാങ്ങി. അപ്പൊ സിദ്ധാർത്ഥ് വെറുതെ ഇങ്ങനെ പറയും, അല്ല, ഇന്ന് അമ്മായിയമ്മയുടെയും മകന്മകളുടെയും തിരക്കൊന്നും കണ്ടില്ലല്ലോ. അല്ല, എന്റെ ഭാര്യയുടെ മുഖം ഇന്ന് വളരെ സന്തോഷമായിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ ജ്യോതി പറയും, ഇല്ല സിദ്ധാർത്ഥ്, ഇന്ന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞ ഐഡിയ പ്രയോഗിച്ചു നോക്കി, അപ്പൊ എല്ലാം ശരിയായി. അങ്ങനെ സിദ്ധാർത്ഥിനോട് താങ്ക്സ് ഒക്കെ പറയാണ് ജ്യോതി. അപ്പോൾ സിദ്ധാർത്ഥും ഒരുപാട് ഹാപ്പി ആവാണ്. പിന്നീട് കാണിക്കുന്നത് കാൽദിയുടെ വീടാണ്. അവിടേക്കാണെങ്കിൽ അൻകുഷ് ഒരുപാട് കുട്ടികളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. അവരാണെങ്കിൽ അൻകുഷിനെ ഇങ്ങനെ ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ വീട് മൊത്തം ഇങ്ങനെ നാശാക്കുന്ന രീതിയിൽ അവിടെയെല്ലാം അങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വൈസ് ഒക്കെ താഴെ വീഴുന്നുണ്ട്. ഇതെല്ലാം കണ്ടോണ്ട് കാൽദിക്ക് ഒരുപാട് ദേഷ്യം പിടിക്കുകയാണ്. കാലിന്റെ എന്താ ഇത് നിർത്താനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അൻകുഷ് പറയും, മതി നിർത്ത്, ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. ദാ ഈ ഓൾഡ് ലേഡിയെ കണ്ടോ, ഇവരാണ് എന്റെ ബോസ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇവര് ചെയ്തെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളെല്ലാരും കൂടി വന്നിട്ട് അർജുനെ മേത്തിട്ട് അടിക്കുകയാണ്. അവരവിടെ മൊത്തം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ടൈൽസിലും ചുമരുമ്പലും അർജുനെ എല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഇതെല്ലാം കണ്ട് അൻകുഷ് ഒരുപാട് ഹാപ്പി ഇങ്ങനെ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. അൻകുഷിന്റെ ഈ പെരുമാറ്റം കണ്ട് കാലിലേക്ക് ഒരുപാട് ദേഷ്യം വന്ന് കാലിന് ചോദിക്കും, നിനക്ക് എന്താണ് തലയ്ക്ക് സുഖമല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇവിടെ മൊത്തം നാശാക്കാമല്ലോ നീ, ഇവരെ കൊണ്ടൊന്ന് പറഞ്ഞയക്കാന്ന് പറയും. അപ്പൊ അൻകുഷ് പറയും, എന്തിനാ, ഇവര് കുട്ടികളല്ലേ, ഇവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അൻകുഷ് കാലിന്റെ പറയുന്നൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഇറങ്ങി പോവാണ്. നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ്. നിരഞ്ജന ഓഫീസിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ദസറ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ വിഷ് ചെയ്യാണ്, ഹാപ്പി ദസറ എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന ഇങ്ങനെ വിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിരഞ്ജന ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ആശ ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. ആശയാണെങ്കിൽ നിരഞ്ജന നമുക്കിങ്ങനെ ഒരുപാട് കോൺഫിഡൻസിൽ ഇങ്ങനെ ചിരിച്ചിങ്ങനെ വരികയാണ്. എന്നിട്ട് ആശയം അറിയാം ഹാപ്പി ദസറ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സോൻപത്തി എടുത്തിട്ട് നിരഞ്ജന കൊടുക്കുകയാണ്. അങ്ങനെ നിരഞ്ജന അനുഗ്രഹം മേടിക്കുമ്പോൾ നിരഞ്ജന ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരിക്കും. അപ്പൊ ആശ പറയും, എന്നെ ഒന്ന് അനുഗ്രഹിക്കച്ചാ, എന്തായാലും ഇന്നേ നല്ല ദിവസമൊക്കെ അല്ലേ, ഏത് പ്രശ്നത്തെയും അന്തസ്സായി നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്, എന്തൊക്കെ വന്നാലും തിന്മ ഒടുവിൽ തോൽക്കുകയും ചെയ്യും, എപ്പോൾ നന്മയ്ക്ക് എന്നെ ആയിരിക്കും വിജയം ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് ആശ അവിടുന്ന് ഒരുപാട് കോൺഫിഡൻസിൽ ഇങ്ങനെ പോവായിരിക്കും. അപ്പൊ ആശയുടെ ഓവർ കോൺഫിഡൻസ് അല്ല, ആശയുടെ ആ ഒരു വിയർഡ് ബിഹേവിയർ കണ്ടിട്ട് ഇങ്ങനെ നിരഞ്ജന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ആശ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താ, എന്തൊക്കെയോ എവിടേക്കോ എന്തോ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ നിരഞ്ജന ഇങ്ങനെ ഡൗട്ട് തോന്നാണ് ആശയെ. അങ്ങനെ നിരഞ്ജനാണെങ്കിൽ ആശ പോയതിന് പിന്നാലെ തന്നെ മേലേക്ക് പോയി നോക്കുമ്പോൾ ആശയാണെങ്കിൽ പകുതി വാതിൽ ചാരിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നിരഞ്ജൻ കാണാം. ആശയുടെ കയ്യിലെ ഫോൺ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും, എന്തായാലും അച്ഛനെതിരെ നല്ലൊരു തെളിവാണ് ഈ കിട്ടിയിരിക്കുന്നത്, ഇത് അശോകിന് കാണിച്ചു കൊടുത്താൽ അശോകൻ എന്തായാലും തള്ളിക്കളയാൻ പറ്റില്ല, അശോകിന് ഒരിക്കൽ എന്തായാലും അച്ഛനെ മനസ്സിലാവുന്ന എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, ആ സമയം ഇതാ വന്ന് തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അതാണെങ്കിൽ എല്ലാം നിരഞ്ജൻ ഇങ്ങനെ കേൾക്കും. അങ്ങനെ നിരഞ്ജനാണെങ്കിൽ അതിനുള്ളിലേക്ക് കയറി ആ വാതിൽ പെട്ടെന്ന് നടക്കുകയാണ്. അങ്ങനെ വാതിൽ നടക്കുന്ന സൗണ്ട് കേട്ടിട്ട് ആശ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആശ ആകെ ഷോക്കാവാണ്. അങ്ങനെ ആശ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പതറേ പോലെ നിൽക്കുമ്പോൾ നിരഞ്ജൻ ആശ എടുത്തിങ്ങനെ വരും. എന്നിട്ട് എന്താ പറയാന്ന് പറയും. അപ്പോൾ ആശയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, ആശയ്ക്ക് ചില നേരത്ത് ചില പൊട്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൊട്ടത്തരം കാണിച്ചു കൂട്ടുകയാണ്. ആശ ഇത് കണ്ടുപിടിച്ച ആ ഒരു ധൈര്യത്തിൽ ആശ ഇങ്ങനെ ആ ഫോൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോണിലുള്ള ആശ റെക്കോർഡ് ചെയ്ത വീഡിയോ എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നിരഞ്ജന്. അതിലാണെങ്കിൽ നിരഞ്ജൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് നിരഞ്ജൻ ആകെ ദേഷ്യം വരികയാണ്. Worried about fakes? Trust only Myntra for 100% original brands. Myntra, it's you 2.0. आपने बोला ट्रेडिंग टफ है, पर क्रो ने बोला चैलेंज एक्सेप्टेड. हमने बनाया एक ऐसा ऐप. അപ്പൊ നിരഞ്ജൻ പറയും, ആ ഫോൺ ഇവിടെ കൊണ്ടാന്ന് പറയും. അപ്പൊ എനിക്ക് ആശ തരില്ല എന്ന് പറയും. ഇത് എനിക്ക് അശുവിന് കാണിച്ചെടുക്കാനുള്ള തെളിവാണ്, ഇത് നിങ്ങൾക്ക് എന്നാൽ ശരിയാവില്ല എന്ന് പറയും. അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ ആശയുടെ അടുത്ത് പെട്ടെന്ന് ആ ഫോൺ ഞാൻ തട്ടി വാങ്ങാൻ നിൽക്കുമ്പോഴേക്കും അശോക് ഇങ്ങനെ ആ കോണി കയറി എവിടേക്ക് വരാൻ നിൽക്കുകയായിരിക്കും. അപ്പൊ ആശ വേഗം ആ കയ്യൊന്ന് തട്ടി മാറ്റിട്ട് ആശ ഇങ്ങനെ ഓടി വരാൻ നിൽക്കുമ്പോഴേക്കും അശോക് ആ വാതിലിറന്ന് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ആശ ഏകദേശം ആ വാതിലെടുത്ത് എത്തിക്കണം. അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ വേഗം ആശയുടെ അടുത്തേക്ക് പോയിട്ട്, അപ്പം മോളെ ഇനിയും മതി, നീ ഇവിടെ നിർത്തുന്നു വേണ്ട, ഇനി പൂജയുടെ കാര്യമൊക്കെ നോക്കിക്കോ, അതുകൊണ്ട് നീ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അശോകിന് വേഗം അവിടെ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കായിരിക്കും. അപ്പോഴത്തേക്ക് ആശ പറയും, ഇല്ല അശോക് അവിടെ നിൽക്ക്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ടെന്ന് പറയും. അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ വേഗം അശോകിനെ ഒരു അത്യാവശ്യ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം കൊണ്ടുപോയിരിക്കും. അപ്പൊ ആശയാണെങ്കിൽ അശോകിന്റെ പിറകിൽ തന്നെ ഇങ്ങനെ ഓടി വരുമായിരിക്കും. അശോക് അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നിരഞ്ജനാണെങ്കിൽ അശോകിനോട് ഇങ്ങനെ
ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ പറയും പിന്നെ എനിക്ക് നിന്നോട് ഒരു വളരെ അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആശോക്കിനെ അവിടെ തടഞ്ഞിട്ട് പറയും അശോക് പോയല്ലോ ഞാൻ പറയുന്നത് കേൾക്ക് എന്റെ കയ്യിലൊരു വീഡിയോ ഉണ്ട് അത് എനിക്ക് കാണിച്ചു തരാനുണ്ട് ഇതൊരു അത്യാവശ്യ കാര്യമാണെന്ന് നീ പോയല്ലോ എന്നൊക്കെ പറയാം. അപ്പൊ അശോകയുടെ ദേഷ്യം വന്നിട്ട് പറയും നീ എന്തേ കാണിക്കുന്ന ആശ നിനക്ക് എന്താ എല്ലാം ഫണ്ണായിട്ടാണ് തോന്നുന്നത് അച്ഛനക്ക് എന്നോട് അത്യാവശ്യ കാര്യം പറയാനുള്ളത് തന്നെ പറഞ്ഞത് അത് ഞാൻ കേൾക്കട്ടെ ഈ വീഡിയോ നമുക്ക് പിന്നെയും കാണാതെ ഇപ്പൊ ഞാൻ അച്ഛൻ്റെ വർത്തമാനം പറഞ്ഞത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയും. അപ്പൊ നിരഞ്ജൻ അശോകനുണ്ടെങ്കിൽ സംസാരിക്കും നമ്മുടെ രാംലീല മൈതാനത്തിൽ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ ദസറയുടെ അപ്പൊ നീ ഇന്ന് അങ്ങോട്ട് പോകേണ്ടതാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അശോക് പറയും പക്ഷെ അതിന് ഇനിയും കുറെ സമയമല്ലേ എന്ന് പറയും. അപ്പം നിരഞ്ജൻ പറയും പക്ഷെ നമ്മളവിടെ ഓർഗനൈസേഴ്സിന് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അവിടെ കുറച്ച് പരിപാടി എനിക്ക് ചെയ്യാനുണ്ട് നീ പേടിക്കണ്ട നിന്നെ കൂടെ ആനന്ദിനെ കൂടെ അയക്കാം എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇപ്പൊ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അയക്കുന്നതെന്ന് പറയും. അപ്പോഴെനിക്ക് ആശയ്ക്ക് മനസ്സിലാവും അച്ഛൻ മനഃപൂർവ്വം അശോകനോടൊന്നും പറയാതിരിക്കാൻ വേണ്ടി അശോകിനെ മെല്ലെ ഇവിടുന്ന് മാറ്റി നിർത്തുകയാണെന്ന്. അപ്പൊ ആശ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയും. അപ്പൊ അശോക് ഞാൻ നോക്കുമ്പോ നിരഞ്ജൻ പറയും മോള് നീ എന്തിനാ അവന്റെ കൂടെ പോകുന്നത് അവന് അത്യാവശ്യ കാര്യമായിട്ട് അർജന്റായിട്ട് പോവല്ലേ അപ്പൊ മോളൂടെ വന്നാൽ അവനെ ബുദ്ധിമുട്ടാവും പിന്നെ അവനിപ്പോ അവിടെ പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ മോൾക്കാണെങ്കിൽ വീട്ടിൽ പോയി പൂജയുടെ ഒരുക്കാനൊക്കെ ചെയ്ത് തീർക്കാറില്ലേ അതുകൊണ്ട് മോള് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയും. അപ്പം ആശ പറ്റില്ല എനിക്ക് അശോകന്റെ കൂടെ പോകണം എനിക്കൊരു അത്യാവശ്യ കാര്യം അശോകനോട് പറയേണ്ടത് പറയുമ്പോൾ അശോക് പറയും പക്ഷെ നീ എന്താ ആശയെ കാണിക്കുന്നത് നീ ഇങ്ങനെ വാശടിച്ചിട്ട് കാര്യമില്ല അച്ഛൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടില്ല അപ്പൊ അച്ഛൻ പറയുന്നത് കേൾക്കുക നീ എങ്ങോട്ടും പോകുന്നത് നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. അപ്പൊ നിരഞ്ജന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അതെ അശോക് നീ പോകുന്നതാണ് നല്ലത് ഇവിടെ നിന്നാൽ ശരിയാവില്ല ആനന്ദിനെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല എന്നെയും കൂടി ഹെൽപ്പ് ചെയ്യാനാണ് ആനന്ദിനെ നിന്റെ കൂടെ അയക്കുന്നതെന്ന് പറയും. അങ്ങനെ അശോക് ആണെങ്കിൽ എന്നാ ഞാൻ പോയിട്ടില്ലാന്ന് പറഞ്ഞിട്ട് പോവായിരിക്കും ആനന്ദിനെ എന്റെ കൂടെ അയക്കണമെന്ന് അശോക് പറയും പോകുന്ന വഴിയിൽ. അങ്ങനെ നിരഞ്ജൻ ഇങ്ങനെ അശോക് പോയത് ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും. അപ്പൊ ആശ ആണെങ്കിൽ ഇതെല്ലാം കണ്ടിങ്ങനെ ദേഷ്യം പിടിച്ച് നിരഞ്ജനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരുപാട് ദേഷ്യത്തോടു കൂടി മേലേക്ക് കയറി പോവാണ്. ഇങ്ങനെ ആശ ഒരുപാട് ദേഷ്യം പിടിച്ച് മേലേക്ക് കയറി വരികയാണ്. ഇനിയിപ്പൊ എന്താ ചെയ്യാം അശോകിനാണെങ്കിൽ അച്ഛൻ മനഃപൂർവ്വം പറഞ്ഞു അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ എല്ലാവരും ഇടയിൽ വെച്ച് ഞാൻ സത്യങ്ങളൊന്നും തുറന്നു പറയില്ല എന്ന് അച്ഛൻ നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് വേഗം അശോകിനെ പറഞ്ഞു അയച്ചത്. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴായിരിക്കും ആശയ്ക്ക് തോന്നുന്നത് ആ വീഡിയോ അശോകിനെ അയച്ചു കൊടുത്ത അശോക് കാണുമല്ലോ അപ്പൊ ഓക്കെ ആവല്ലെന്ന് വിചാരിക്കും. അങ്ങനെ ആശ അത് അയച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നിരഞ്ജൻ പെട്ടെന്ന് മേലേക്ക് ഓടിക്കയറി വരുന്നത്. ഓടിക്കയറി വന്ന ഉടനെ തന്നെ ആശയോട് ചോദിക്കുകയാണ് മര്യാദക്ക് എന്റെ എഴുതാ ഫോൺ തരുന്നതാണ് എനിക്ക് നല്ലത്. അപ്പോഴാണെങ്കിൽ ആശ ഫോൺ ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് പറയാൻ ഇല്ല എനിക്ക് ഫോൺ തരില്ല എന്ന് പറയും. അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ ഒന്നും നോക്കാതെ ആശയുടെ കയ്യിൽ തട്ടിപ്പടച്ച് വാങ്ങുകയാണ് ആ ഫോൺ. ആശ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നില്ല നിരഞ്ജൻ ആ ഫോൺ വാങ്ങും. അങ്ങനെ നിരഞ്ജൻ പറയും എന്റെ മകന്റെ ഇടയിൽ കയറി കളിക്കാൻ അധികാരമൊന്നും നിനക്കില്ല നിനക്ക് ഈ ഫോൺ കിട്ടിയാലേ അവനക്ക് കാണിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാ നിനക്ക് ഈ ഫോൺ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിരഞ്ജൻ ആ ഫോൺ അവിടെ ഇറങ്ങി പൊട്ടിക്കുകയാണ്. അത് കാണുമ്പോൾ ആശ ആകെ ഷോക്കാവും. പക്ഷെ ആശ പറയും അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാ ഈ ഫോൺ എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരിക്കാം പക്ഷെ ആ വീഡിയോ ഞാൻ അശോകിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് സെൻഡ് ആയി കഴിഞ്ഞിട്ടാണ് നിങ്ങളത് പൊട്ടിച്ചതെന്ന് പറയും. അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ ആകെ ഷോക്കായി നിൽക്കും. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അശോകിനെയാണ്. അശോക് ആണെങ്കിൽ വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോഴായിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ അശോകിനെ കാണും ആശ ഒരു വീഡിയോ വെച്ചിട്ടുള്ള കാര്യം. ഈ പെണ്ണിന് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തെ എന്തായാലും കണ്ടോക്കാന്ന് വിചാരിച്ചാൽ വീഡിയോ ഓൺ ആക്കാൻ നോക്കുമ്പോഴേക്കും അശോകിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാണ്. പിന്നീട് കാണിക്കുന്ന നിരഞ്ജനാണെങ്കിൽ ഈ വീഡിയോ എല്ലാം അശോക് കണ്ടിട്ടുണ്ടാവല്ലോ എന്ന് ആലോചിച്ചിങ്ങനെ പേടിച്ച് നിൽക്കുകയായിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാതെ ആശയുടെ കവളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആശയാണെങ്കിൽ പെട്ടെന്നല്ലേ നിരഞ്ജന്റെ സ്വഭാവമാറ്റം കണ്ട് ആകെ അങ്ങനെ പേടിച്ച് നിൽക്കും. അങ്ങനെ നിരഞ്ജൻ പറയും നീ എന്തിനാണ് ഞങ്ങളുടെ ഇടയിൽ കയറി കളിക്കാൻ നിൽക്കുന്നത് നിന്നോട് ഞാൻ പലവട്ടം വിലക്കിയിട്ടുണ്ട് എന്റെ മകന്റെ ഇടയിൽ കയറി വരരുതെന്ന് പക്ഷെ നീ കാരണമാണ് ഇപ്പൊ എല്ലാം ഇങ്ങനെ കോളായി വരുന്നത് പക്ഷെ നീ എന്റെ മകന്റെ കണ്ണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വട്ടം നിന്നോട് മര്യാദക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാന്നൊക്കെ പറയും. ഞാൻ നിങ്ങളുടെ മകൻ തമ്മിൽ അടിച്ചു പിരിയാൻ വേണ്ടി എന്നല്ല ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ